ആചാരപരമായി അമ്പലപ്പുഴ പേട്ട സംഘം എരുമേലിയിൽ പേട്ടതുള്ളി സന്നിധാനത്തേക്ക് എത്തിയപ്പോഴാണ്, ദർശനത്തിനെത്തിയപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അതിക്രമം നേരിടേണ്ടി വന്നത്. 18ാം പടിയിൽ അവരുടെ സമൂഹ പെരിയോനെ തന്നെ പോലീസ് തള്ളി വീഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നവർ ആരോപിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് തന്നെ അറിയാം. ഇതിന്റെ പേട്ട സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്ന് ശരിക്കും നിങ്ങൾ ആചാരപരമായി ഇവിടെ എത്തിയ സമയത്ത് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട്? ഞങ്ങളുടെ യാത്രയ്ക്ക് തൊട്ട് മുമ്പായിട്ട് തിരുവനന്തപുരത്ത് പോയി ADGP ശ്രീജിത്ത് സാറിനെ കാണുകയും ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ള നിവേദനം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, മുൻ വർഷത്തെ പോലെ നിങ്ങൾക്ക് യാതൊരുവിധമായ ബുദ്ധിമുട്ടും ഉണ്ടാവാതെ തന്നെ നിങ്ങളുടെ പടികയറ്റം സാധ്യമാക്കി തരാം, നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മരക്കൂട്ടത്ത് എത്തുമ്പോൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും നമ്പർ തന്നിരുന്നു. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾക്ക് 7:30 മണിക്ക് പടികയറ്റത്തിന് സമയം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരക്കൂട്ടത്ത് നിന്നും ഞങ്ങൾ ഏതാണ്ട് 7 മണിയോടുകൂടി പുറപ്പെട്ട് 7:30 18ാം പടിയുടെ താഴെ എത്തി. 18ാം പടിയുടെ താഴെ എത്തുന്നവരെയും വരെയും അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വളരെ മാന്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയതും ഞങ്ങൾക്ക് പടികയറ്റുന്ന സൗകര്യം ഉണ്ടാക്കി തന്നതും. ഞങ്ങൾ ആ പടി കയറി 18ാം പടി തൊട്ട് താഴെ ആ തേങ്ങ ഉടയ്ക്കുന്ന ആ സമയത്ത് ഞങ്ങൾ പടി കയറാൻ തുടങ്ങിയപ്പോൾ മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തൊട്ടപ്പുറത്തെ വിരിയിലുണ്ടായിരുന്ന അയ്യപ്പന്മാരെ തുറന്നു വിടുകയും അവരുടെ കൂട്ടത്തോടുകൂടി വന്ന് ഒരു തിക്കും തിരക്കും ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ ആവശ്യപ്പെട്ടു, സ്വാമി ഞങ്ങളുടെ ആൾക്കാരെല്ലാം വളരെ പിന്നിൽ കിടക്കുകയാണ്, അവരും കൂടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് പടി കയറാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ സൈഡിലേക്ക് മാറി നിൽക്ക്, നിങ്ങളെ ആൾക്കാർ മുഴുവൻ പേര് വന്നിട്ട് പടി കയറിയാൽ മതി. ഞങ്ങൾ അങ്ങനെ ഒരു സൈഡിലേക്ക് മാറി നിന്നപ്പോൾ ഈ താഴെ നിന്ന 2 പോലീസുകാർ, നീയൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് കയറുന്നുണ്ടോ നീയൊക്കെ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുണ്ട്. എടാ പോടാ എന്നുള്ള അഭിസംബോധന ചെയ്ത് ആക്രോശിച്ചുകൊണ്ട് ഞങ്ങളെ സംസാരിച്ചു. ഞാൻ വളരെ ബഹുമാനപരസരം പറഞ്ഞു, സാറേ ഞങ്ങൾ എടാ പോടാൻ സയ്യന്മാരെ വിളിച്ച് സംസാരിക്കാതെ, വിളിച്ചാൽ നീയൊക്കെ എന്ത് ചെയ്യൂടാ, നിന്നെപ്പോലുള്ള യൂസ്ലെസിനൊക്കെ ഇതുപോലുള്ള സൗകര്യം തരുന്നതാണ് ഇവിടെ ഞങ്ങളെപ്പോലുള്ളൊരു കഷ്ടപ്പെടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് ആക്രോശിച്ച് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെ അവിടെ ഒരു പോലീസുകാരൻ 14 പടി മുകളിലേക്ക് കയറി വന്നാണ് അദ്ദേഹത്തെ അവിടെ 18ാം പടിയുടെ മധ്യത്തിൽ വെച്ച് മർദ്ദിക്കുന്നത്. അതേപോലെ തന്നെ പെരിയസ്വാമി ആ പടിയിൽ തള്ളിയിട്ടു. അദ്ദേഹത്തിന്റെ കാലിന് പരിക്കായിട്ട് അദ്ദേഹം നീരുമായിട്ട് വിരിയിലിരിക്കുകയാണ്. സംഘത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മറ്റന്നാളത്തെ ശീവേലി ഈ ക്രൂരത ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ വിരിയിൽ വന്ന് പെരിയസ്വാമിയോട് മാപ്പ് പറയണം, ഇല്ലാതെ ഈ ശീവേലി നടത്തരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആചാരപരമായ ചടങ്ങിന്റെ പൂർണ്ണ അധികാരി പെരിയസ്വാമി ആയതുകൊണ്ട് ആ അഭിപ്രായം അദ്ദേഹത്തിന്റെ അധികാരത്തിന് വിടുന്നു. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നടത്തരുത് എന്നുള്ളതാണ്. എന്തായിരുന്നു നിങ്ങളൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്? ഞാൻ പെരിയസ്വാമിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. പെരിയസ്വാമിയെ 17ാമത്തെ പടിയിൽ ഈ പോലീസുകാരൻ വലിച്ചു നീട്ടി കൈ വലിച്ചു മാറ്റി താഴെ വീണപ്പോൾ ഞാൻ പെരിയസ്വാമി എന്ന് പറഞ്ഞ് പൊക്കിയെടുത്ത സമയത്ത് ഈ പുള്ളി പറഞ്ഞു, ഏത് പെരിയസ്വാമി, നീക്കൊക്കെ വേണമെങ്കിൽ കയറിപ്പോടാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പെരിയസ്വാമിയുടെ കെട്ടുൾപ്പെടെ താഴെ പോയി. വളരെ മോശമായ രീതിയിലുള്ള പ്രവൃത്തിയായിരുന്നു പോലീസുകാരുടെ ഭാഗത്ത് ആ സമയത്ത് ഉണ്ടായത്. അങ്ങ് ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. എന്താണ് ഇവരുടെ ഒരു പ്രവൃത്തിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്? വളരെ മോശമായൊരു പ്രവൃത്തിയായിരുന്നു. പോയ വർഷം ഒരു പോലീസുകാരൻ പോലും ഞങ്ങളുടെ ദേഹത്ത് തൊട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ADGP ശ്രീജിത്ത് സാറ് വളരെ ഭംഗിയായിട്ട് ആ ദർശനം നമുക്ക് സാധിച്ചു. പക്ഷേ ഈ വർഷം അദ്ദേഹം, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 18ാം പടി താഴെ വരെ നിന്ന് എല്ലാ പോലീസുകാരും നമുക്ക് വേണ്ടി സഹായിച്ചു. 18ാം പടിയിൽ നിന്നവർ മാത്രമാണ് ഓരോ അയ്യപ്പനെയും വലിച്ചടിച്ചത്. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ 17ാമത്തെ പടിയിലാണ് പെരിയസ്വാമി വീഴുന്നത്. എന്തുകൊണ്ടെന്നാൽ പോലീസുകാരൻ പിടിച്ച കൈ പുള്ളി അങ്ങ് വിട്ടുകളഞ്ഞപ്പോൾ ആ വന്ധ്യവയോധികനായ 84-86 വയസ്സുണ്ട്, അദ്ദേഹം താഴെ വീഴുകയാണ് ഉണ്ടായത്. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പൊക്കിയെടുത്ത് ദർശനം കൊടുത്തത്. അത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. നിങ്ങളിപ്പോൾ ഇത്ര ഒരു നിലപാടാണ് ഈ ക്ഷേത്രത്തിൽ വരാൻ പോകുന്ന, ക്ഷേത്രത്തിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ നടക്കേണ്ട പൂജാ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാളെ രാവിലത്തെ നെയ്യഭിഷേകം, അതിനുശേഷം ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭഗവാന്റെ മഹാനിവേദ്യമായ എള്ളുനിവേദ്യം, മറ്റന്നാൾ മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നള്ളിക്കുന്ന ശീവേലി, ഈ 3 ചടങ്ങുകൾ നടത്താൻ വേണ്ടിയാണ് നീണ്ട 51 ദിവസം പ്രധാനുഷ്ഠാനത്തിന് ശേഷം ഞങ്ങൾ ഈ സന്നിധാനത്തെത്തിയത്. ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ഓർഡറുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ആചാരപരമായ ചടങ്ങുകൾ നടത്തുന്നത്. ഇത് നടത്താൻ വേണ്ടി വന്ന ഞങ്ങളെ മനഃപൂർവ്വം അവഹേളിച്ചു. അമ്പലപ്പുഴ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ യോഗം പേട്ട സംഘം ട്രസ്റ്റിനെ മനഃപൂർവ്വം അവഹേളിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാരണം ആചാരപരമായ ചടങ്ങിന്റെ പൂർണ്ണ അധികാരി പെരിയസ്വാമിയാണ്. അതാ അദ്ദേഹത്തിന്റെ അധികാരത്തിൽ വിടുന്നു. എങ്കിൽ പോലും വിരിയിൽ വന്ന് പെരിയസ്വാമിയോട് മാപ്പ് പറയണം, എങ്കിൽ മാത്രമേ മറ്റന്നാൾ നടക്കേണ്ടുന്ന ശീവേലി നടത്താവൂ എന്നുള്ളതാണ് സംഘം. താഴെ നിന്ന് 4 പോലീസുകാരാണ് അതിന്റെ ചുമതലക്കാർ. ഈ 4 പോലീസുകാർ അത് പറഞ്ഞപ്പോൾ ബാക്കി ആ പടിയിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും കേറി വാടാന്ന് പറഞ്ഞ് ആക്രോശിക്കുമായിരുന്നു. ഞങ്ങളുടെ നമ്മളെ കാണിച്ചു തരാം എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെ സംസാരം.
നമ്മൾ ബഹുമാനപ്പെട്ട ADGPക്ക് ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം മുൻ വർഷങ്ങളിലും അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ഈ വർഷം നമുക്ക് ഒന്നിനും ഒരു കുഴപ്പമില്ലായിരുന്നു. കാര്യം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? ഇപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് വന്നതാണ്. താഴെ ഒരു DYSP നമ്മളെ ഇത് ചെയ്തു, പിന്നെ 18-ാം പടിയുടെ താഴെ എത്തിച്ചു. ഒരു പിന്നെ ASI ആണ് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്തതെന്ന്. അതിനുശേഷം ഉണ്ടായി 4 പോലീസുകാരാണ് ഇത് ഇത്രയും പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ള കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ വൈസ് പ്രസിഡന്റും ഇത് നമ്മുടെ വാളണ്ടിയറിന്റെ ചെയർമാനാണ്, ഇദ്ദേഹമായിട്ടാണ് സംസാരിച്ചത്. ഇവർ സംസാരിച്ചതിൻ്റെ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ. പിന്നെ ഈ IRBയിൽ നിന്ന് ആൾക്കാരാണ് തിരിഞ്ഞത്. അദ്ദേഹത്തിന് ഇടിക്കുക വരെ ചെയ്തു വൈസ് പ്രസിഡന്റിനെ. ഞാൻ അദ്ദേഹത്തിനോട് പിന്നെ ADGPയോട് അത് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് CCTV ഫുട്ടേജ് എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആക്ഷൻ എടുക്കാൻ ഞങ്ങളെ കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. വ്യക്തമായിട്ടും ആ സമയത്ത് CCTV പരിശോധിച്ചാൽ 7:30 CCTV പരിശോധിച്ചാൽ ഈ താഴെ മുതൽ മുകളിൽ വരെയുള്ള സംഭവങ്ങൾ മുഴുവൻ കാണാവുന്നതാണ്. ഇത് തന്നെയാണ് മാതൃസ്ഥാനീയരായിട്ട് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരാണ് അമ്പലപ്പുഴ സംഘം. അവരോട് വേണ്ട രീതിയിൽ ബഹുമാനത്തോടു കൂടിയും അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവർ കൂടിയാണ്. അവരോട് വേണ്ട രീതിയിലുള്ള ഒരു പെരുമാറ്റം പോലീസുകാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് വേണ്ട നടപടി ഉണ്ടാകാത്ത പക്ഷം അവർ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. നാളെ നടക്കുന്ന ശീവേലി അടക്കം ബഹിഷ്കരിക്കും എന്ന നിലപാടിലേക്ക് അവർ പോവുകയാണ്. പോലീസുകാരെത്തി മാപ്പ് പറയാതെ, അതായത് തെറ്റു ചെയ്ത പോലീസുകാരെത്തി മാപ്പ് പറയാതെ, വിരിയിലെത്തി മാപ്പ് പറയാതെ ശീവേലിക്കെത്തില്ല എന്നൊരു നിലപാടിലേക്കാണ് ഈ അമ്പലപ്പുഴ പേട്ട സംഘം നീങ്ങുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്.